വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ഈസിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് ഓട്സ്. ഇപ്പോൾ നമുക്ക് നട്ട്സും ആപ്പിൾസും ഒക്കെ ചേർത്തിട്ട് റിച്ച് ആയിട്ടുള്ള ഒരു ഓട്സ് സ്മൂത്തി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ക്വാക്കേഴ്സിൻ്റെ റോൾഡ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും, അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഓട്സ് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇരുന്ന് തണുത്തോടെ 2-3 മിനിറ്റ് മതിയാവും. ഈ സമയം കൊണ്ട് ഒരു ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓട്സിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കൂടെ നേരത്തെ മുറിച്ച് വെച്ച ആപ്പിൾ പീസസും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/3 ടീസ്പൂൺ സിനമൺ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തേൻ. മധുരത്തിനായിട്ട് നമ്മൾ തേനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പഞ്ചസാര വേണ്ടവർക്ക് അതും യൂസ് ചെയ്യാം. പിന്നെ 1 കപ്പ് പാല്, നല്ല തണുപ്പിച്ച പാലായിരിക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിതരിപ്പോടെയാണ് ഇവിടെ അടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാലിൻ്റെ അളവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പാല് കൂടുതൽ ഒഴിച്ചാൽ കുറച്ചുകൂടെ ലൂസായിട്ടുണ്ടാവും. കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള സ്മൂത്തി കിട്ടും. ഞാനിതൊന്നുകൂടി ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ്റ്റ് ചെയ്ത നിലക്കടലയും അതേപോലെ തന്നെ ഒരു 4-5 ഡേറ്റ്സ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഡേറ്റ്സും കൂടെ ഇട്ടപ്പോൾ നമ്മുടെ മധുരം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഇതൊരു 2 പേർക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഡിന്നറിനും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പികൾക്കായി ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.